പ്രവാസികളെ ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ ലാഭകരങ്ങളിൽ നിന്നവരെ കാത്തുകൊള്ളണമേ. എല്ലാം പരിശുദ്ധമായ സർവേശ്വര. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ പ്രാർത്ഥിക്കാൻ. സമാധാനകാരണമായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാൻ. നമുക്ക് സമാധാനം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തനുമായ കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിടപ്പടിയിൽ മേൽപ്പടിയിൽ മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാവുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയുവാൻ അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിൽ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങളെ ബാധയിൽ നിന്നും രക്ഷപ്പെടും. പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുംബനിയും ഒരു ധനാട്ടിനുമായിരുന്നു. ഈശോ എന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവരെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്നാൽ ഈശോയ്ക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുവാൻ വരികയാണെന്ന് അരുളി ചെയ്തു. സക്കേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം ഈശോയെ സ്വീകരിച്ചു. കണ്ടു നിന്നവർ ഇയാളൊരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നല്ലോ എന്ന് ഉച്ചഭാവത്തിൽ സംസാരിച്ചു. സക്കേവൂസ് അതൊന്നും ഗവനിക്കാതെ അവിടുത്തോട് പറഞ്ഞു: കർത്താവേ, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു: ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വന്ന കർത്താവെ, ഞങ്ങളുടെ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുതിയ കൽപ്പന അനുസരിച്ച് ഉപവിയോടുകൂടി ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ അർഹമായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങേ പിന്തുടരുവാൻ തിരുക്കുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാരണവാനായ കർത്താവേ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തു സംരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ പരിശുദ്ധരായി വളർന്നു വരുവാൻ പിതാവിന്റെ നന്ദിയോടെ
ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും ഔസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും ഔസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പുരുഷന്റെ സംരക്ഷണവും ഈ ഭവനത്തോടും ഇതിൽ വസിക്കുന്നവരോടും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.